ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. തബല മാന്ത്രികൻ ഉസ്താദ് അല്ലാരഖ സക്കീർ ഹുസൈൻ വിടവാങ്ങി. ചെറുനഗരങ്ങളിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാനങ്ങൾ മുൻകൈയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി 2 ദിവസത്തെ പ്രത്യേക ചർച്ചയ്ക്ക് രാജ്യസഭയിൽ ഇന്ന് തുടക്കമാകും. ഇന്ന് വിജയ് ദിവസ്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് വിജയ് ദിവസ് ആഘോഷിക്കുന്നത്. വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ജയം. ചൈനയെ തോൽപ്പിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. വാർത്തകൾ വിശദമായി. തബല മാന്ത്രികൻ ഉസ്താദ് അല്ലാരഖ സക്കീർ ഹുസൈൻ വിടവാങ്ങി. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യം. 1951 മാർച്ച് 9 മുംബൈയിലാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ ജനിച്ചത്. പ്രശസ്ത തബലവാദകൻ അല്ലാരഖയുടെ മൂത്ത മകനായ അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ സംഗീതത്തിൽ താൽപര്യമുണ്ടായിരുന്നു. 6 പതിറ്റാണ്ട് നീണ്ട കലാജീവിതത്തിൽ 4 ഗ്രാമി അവാർഡുകൾ സക്കീർ ഹുസൈൻ നേടി. 1988 പത്മശ്രീയും 2002 പത്മഭൂഷണം 2023 പത്മവിഭൂഷണം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ചെറുനഗരങ്ങളിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ മുൻകൈ എടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിൽ ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി സംസ്ഥാനങ്ങൾ ഭരണ മാതൃക പരിഷ്കരിക്കണം, പ്രകടനം, പരിവർത്തനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2025 അവസാനത്തോടെ ഭാരതത്തെ ക്ഷയരോഗമുക്തമാക്കാൻ കഴിയുമെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ആശാ വർക്കർമാർക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ചുമതലയേറ്റ ശേഷം ദിസനായകെ ഇന്ത്യയിലേക്ക് നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. വിശദാംശങ്ങളിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എന്നിവരുമായും ശ്രീലങ്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ശ്രീലങ്ക വാണിജ്യ ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹിയിൽ നടക്കുന്ന ബിസിനസ് പരിപാടിയിൽ ദിസനായകെ പങ്കെടുക്കും. ഇന്നലെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായി ദിസനായകെ ചർച്ച നടത്തി. ഇന്ത്യ ശ്രീലങ്ക സാമ്പത്തിക സഹകരണം, നിക്ഷേപ അവസരങ്ങൾ, പ്രാദേശിക സുരക്ഷ, വിനോദസഞ്ചാരം, ഊർജ്ജം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ കൂടിക്കാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി ദിസനായകെ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചു. സൗഹൃദം കൂടുതൽ മെച്ചപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് പറഞ്ഞു. ബീഹാറിലെ ബോധ്ഗയ സന്ദർശിച്ച ശേഷം ശ്രീലങ്കൻ പ്രസിഡന്റ് നാളെ മടങ്ങും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി 2 ദിവസത്തെ പ്രത്യേക ചർച്ചയ്ക്ക് രാജ്യസഭയിൽ ഇന്ന് തുടക്കമാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിൽ സമാന ചർച്ച നടന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യസഭയിൽ ചർച്ചയ്ക്ക് മറുപടി നൽകും. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഔപചാരികമായി ഭരണഘടന അംഗീകരിച്ചത്. 1950 ജനുവരി 26 ഭരണഘടന പ്രാബല്യത്തിൽ വന്നു. രാജ്യം 2015 മുതൽ നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ആഗോളതലത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രമായി ഇന്ത്യ ഉയർന്നു വന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. We are today a country of whom there are great expectations, a country which actually has greater responsibility. So the idea of India as a first responder, I can predict will actually get more and more frequent. Pretty much anything in the expanded neighborhood region, I think there would be an expectation that in some way India be part of an international response whenever such a thing is warranted. I think we have to do very much more with the world. I think it's for the good of this country. ഇന്ന് വിജയ് ദിവസ്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് വിജയ് ദിവസ് ആഘോഷിക്കുന്നത്. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച രക്തസാക്ഷികൾക്ക് രാജ്യം ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 1971 ഈ ദിവസമാണ് പാകിസ്ഥാൻ സേനാ മേധാവി ജനറൽ എ ഖാൻ നിയാസിയും 93,000 സൈനികരും ഇന്ത്യൻ സൈന്യവും മുക്തിബോഹിനിയും അടങ്ങുന്ന സഖ്യസേനയ്ക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങിയത്. രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ന്യൂഡൽഹിയിലെ ആർമി ഹൌസിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ഈ മാസം ആദ്യ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 28,000 കോടി രൂപയാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ മൂലധന വിപണിയിലേക്ക് നിക്ഷേപിച്ചത്. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണികളിലേക്ക് 22,766 കോടി രൂപയും നിക്ഷേപിച്ചു. ഈ വർഷം ഇതുവരെ 1.2 ലക്ഷം കോടി രൂപയാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 117ാം പതിപ്പ് ഈ മാസം 29-ന്. പരിപാടിക്കായുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 27 വരെ സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും അഭിപ്രായങ്ങൾ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 92ാമത് ശിവഗിരി തീർത്ഥാടന കാലത്തിന് തുടക്കമായി. തീർത്ഥാടകരെ വരവേറ്റുകൊണ്ടുള്ള സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചോദ്യക്കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കും. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂട്യൂബ് വഴി ചോർന്നതും പരീക്ഷ നടത്തിപ്പുമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. കേരളത്തിൽ റോഡ് അപകടങ്ങളും മരണവും ഉയർന്ന സാഹചര്യത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ ഉന്നതതല യോഗം വിളിച്ചു. നാളെ 4-ന് തിരുവനന്തപുരത്താണ് യോഗം. വിയറ്റ്നാം തീരസംരക്ഷണ സേനയുടെ കപ്പൽ CSB 8005 4 ദിവസത്തെ പര്യടനത്തിനായി ഇന്ന് കൊച്ചിയിലെത്തും. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. കേരള രാജ്യാന്തര ചലച്ചിത്രമേള 4ാം ദിനത്തിലേക്ക് കടന്നു. 14 തിയേറ്ററുകളിലായി വിവിധ വിഭാഗങ്ങളിൽ 67 സിനിമകൾ ഇന്ന് പ്രദർശിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. റിസ്റ്റോർഡ് ക്ലാസിക് വിഭാഗത്തിൽ അഗറ കുറസോവയുടെ 7 സമുറായ്, മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ആൻഹ്യുയുടെ ബോട്ട് പ്യൂപ്പിൾ, ലോക സിനിമാ വിഭാഗത്തിൽ അഭിജിത്ത് മസുംദാറിന്റെ ബോഡി, ഫെസ്റ്റിവൽ ഫേവേഴ്സ് വിഭാഗത്തിൽ ഷോൺ ബേക്കറിന്റെ അനോറ തുടങ്ങിയ 67 ചിത്രങ്ങളാണ് ഇന്ന് ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനെത്തുന്നത്. വിവിധ വിഭാഗങ്ങളിലെ 16 സിനിമകളുടെ മേളയിലെ ആദ്യ പ്രദർശനവും ഇന്ന് നടക്കും. അപ്പുറം, കണ്ണാടി, വിക്ടോറിയ, കിഷ്കിന്ധാകാന്ഡം, സൗദി വെള്ളയ്ക്ക എന്നിവയാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്ന മലയാളം സിനിമകൾ. ഒമാനിലെ മസ്കറ്റിൽ നടന്ന വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ചൈനയെ 2-3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. 12 ഗോളുകളുമായി ഇന്ത്യയുടെ ദീപിക സെഹ്രാവത്താണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ 1ാം ഇന്നിംഗ്സിൽ 445 റൺസ് എടുത്തു. ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ചു. തുടക്കത്തിൽ തന്നെ ഇന്ത്യയ്ക്ക് വിക്കറ്റുകൾ നഷ്ടമായി. ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ഔട്ടായി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 11 റൺസ് എന്ന നിലയിലാണ്. പുരുഷന്മാരുടെ അണ്ടർ 23 ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം 162 റൺസിന് മണിപ്പൂരിനെ തോൽപ്പിച്ചു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ മുംബൈക്ക് ജയം. ഇന്നലെ ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ മധ്യപ്രദേശിനെതിരെ മുംബൈ 5 വിക്കറ്റിന്റെ വിജയം നേടി. മധ്യപ്രദേശിനെതിരെ 175 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 17.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. മുംബൈയുടെ 2ാം കിരീട നേട്ടമാണിത്. ക്വാലാലംപൂരിൽ നടന്ന വനിതകളുടെ അണ്ടർ 19 T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 7 വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസ് എടുത്തു. ഇന്ത്യ 8ാം ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കേരളത്തിന് ജയം. ഗോവയെ 4-3 കേരളം പരാജയപ്പെടുത്തിയത്. നോർക്ക റൂട്ട്സ് ലോക കേരള സഭാ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം മറ്റന്നാൾ കോഴിക്കോട് നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശം നൽകും. മലപ്പുറം അരീക്കോട് തണ്ടർബോൾട്ട് ക്യാമ്പിൽ പോലീസുകാരനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. സ്വയം വെടിയുതിർത്തതാണെന്നാണ് സൂചന. SOG കമാൻഡന്റ് വയനാട് സ്വദേശി വിനീതാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9:30 സംഭവം. AK-47 തോക്ക് ഉപയോഗിച്ചാണ് നിറയൊഴിച്ചത്. നിലവിൽ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന സിറിയൻ പ്രദേശമായ ഗോലാൻ കുന്നുകളിൽ ജനവാസ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകി. ഗോലാൻ കുന്നിൽ താമസിക്കുന്ന ഇസ്രായേലുകാരുടെ എണ്ണം ഇരട്ടിയാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക മോശം വിഭാഗത്തിൽ തുടരുന്നു. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തബല മാന്ത്രികൻ ഉസ്താദ് അല്ലാരഖ സക്കീർ ഹുസൈൻ വിടവാങ്ങി. ചെറുനഗരങ്ങളിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാനങ്ങൾ മുൻകൈ എടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി 2 ദിവസത്തെ പ്രത്യേക ചർച്ചയ്ക്ക് രാജ്യസഭയിൽ ഇന്ന് തുടക്കമാകും. ഇന്ന് വിജയ് ദിവസ്.
1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് വിജയ് ദിവസ് ആഘോഷിക്കുന്നത്. വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ജയം. ചൈനയെ തോൽപ്പിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.